2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള ദൃഢനിശ്ചയം ജനങ്ങളിലേക്ക് പകർന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര അതിന്റെ പ്രയാണം തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുണഭോക്താക്കളുമായുള്ള ആശയവിനിമയം ഈ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ഇത്തവണ കോഴിക്കോട് മാവൂരിലെ കർഷകനും പ്രധാനമന്ത്രിയുടെ സംവാദ പരിപാടിയുടെ ഭാഗമായി. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ സാന്നിധ്യം മറ്റൊരു സുപ്രധാന സംഭവമായി. കേരളത്തിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ നഗര പര്യടനത്തിന് തുടക്കം കുറിച്ചതും ഈ ആഴ്ചയായിരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികളെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ്. കൂടെ ആത്മനിർഭർ ഭാരതത്തിലൂടെ വികസിത ഭാരതം എന്ന് ഉറപ്പും. രാജ്യത്തെ ജനങ്ങൾ വികസിത് ഭാരത് സങ്കൽപ് യാത്രയെ ആവേശപൂർവ്വം ഏറ്റെടുത്തതായും പലരും വികസിത് ഭാരതത്തിന്റെ അംബാസിഡർമാരായി മാറിയെന്നും ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, विकसित भारत संकल्प यात्रा को हरी झंडी भले ही मोदी ने दिखाई है, लेकिन सच्चाई ये है कि आज देशवासियों ने इस यात्रा की कमान संभाल ली है। और अभी जिन लाभार्थियों से मैं बात कर रहा था, उनसे संवाद से दिखता है कि देश का जन मन इस यात्रा को लेकर कितना ज्यादा उत्साहित है। एक जगह जहां पर यात्रा खत्म होती है, वहां से दूसरे गांव या शहर के लोग इस यात्रा की अगुवाई करने लग जाते हैं. വികസിത ഇന്ത്യയെ നിർണ്ണയിക്കുന്നതിൽ നഗരങ്ങളുടെ പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. രാജ്യത്തെ നൂറുകണക്കിന് ചെറുനഗരങ്ങൾ വികസിത ഇന്ത്യയുടെ മഹത്തായ സൗധത്തിന് കരുത്തേകാൻ പോകുന്നു. ചെറുനഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്ന അമൃത് സ്മാർട്ട് സിറ്റി പദ്ധതികൾ ജീവിതം സുഗമമാക്കൽ ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 10 വർഷമായി ആധുനിക പൊതുഗതാഗത സംവിധാനത്തിൽ നേടിയ പുരോഗതി സമാനതകളില്ലാത്തതാണ്. 15 പുതിയ നഗരങ്ങൾക്ക് മെട്രോ സേവനം ലഭിച്ചുവെന്നും 27 നഗരങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. आधुनिक पब्लिक ट्रांसपोर्ट के लिए जो काम बीते 10 वर्षों में हुआ है, वो अतुलनीय है. आप कल्पना कर सकते हैं कि 10 वर्ष से भी कम समय में 15 नए शहरों तक मेट्रो सेवा का विस्तार हुआ है. आज कुल मिलाकर 27 शहरों में या तो मेट्रो चल चुकी है या फिर मेट्रो पर काम चल रहा है. बीते वर्षों में देश के शहरों में इलेक्ट्रिक बसें चलाने के लिए भी केंद्र सरकार ने हजारों करोड़ रुपए खर्च किए हैं. പരിപാടിയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി സംവദിച്ചത്. കോഴിക്കോട് നിന്നുള്ള ധർമ്മരാജൻ കൂടാതെ ഷിംല റോഹുവിൽ നിന്നുള്ള കുശ്ല ദേവി, അസം സ്വദേശിനി കല്യാണി രാജ്ബോക്ഷി, മുംബൈയിൽ നിന്നുള്ള മേഘ്ന എന്നിവരും പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കർഷകനായ ധർമ്മരാജന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ, PM കിസാൻ സമ്മാൻ നിധി, PM ജീവൻ ജ്യോതി ഭീമാ യോജന, PM സുരക്ഷാ ഭീമാ യോജന എന്നിവയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം ആനുകൂല്യങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ഇതിന് മറുപടിയായി വളങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത ഉൾപ്പെടെ കാർഷിക മേഖലയിലെ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ധർമ്മരാജൻ വിശദീകരിച്ചു. തന്റെ പെൺമക്കളെ പഠിപ്പിക്കുകയും പണം നന്നായി വിനിയോഗിക്കുകയും ചെയ്ത ധർമ്മരാജൻ
പുരോഗമനവാദിയായ കർഷകനാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. चलिए, आपने बहुत जीवन में प्रगति की है. धर्मा जी, आपसे बात करके बहुत अच्छा लगा. आप एक प्रगतिशील किसान भी हैं, आप बेटियों को पढ़ा भी रहे हैं, आप मेहनत भी बहुत करते हैं. आपका जीवन सच में प्रेरणा देने वाला है. पैसों का सही उपयोग कैसे करना, ये आपने करके दिखाया है. ഷിംലയിലെ കുശ്ലാദേവി പങ്കുവച്ചത് ജീവിത പ്രശ്നങ്ങൾ മറികടന്ന് സ്വന്തമാക്കിയ നേട്ടങ്ങളായിരുന്നു. 2 കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുന്ന അമ്മയായ കുശ്ലാദേവി ഒരു വീട് നിർമ്മിക്കുന്നതിനായി PM ആവാസ് യോജനയിലൂടെ ധനസഹായം ലഭിച്ചു. ജീവിത പ്രശ്നങ്ങളിൽ പരാജയം സമ്മതിക്കാത്തതിന് കുശ്ലാദേവിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഈ മനോഭാവം നിലനിർത്താനും ഉപകാരപ്രദമായ മറ്റ് കേന്ദ്ര പദ്ധതികളുടെ സഹായം പ്രയോജനപ്പെടുത്തുവാനും പ്രധാനമന്ത്രി കുശ്ലാദേവിയോട് ആവശ്യപ്പെട്ടു. अच्छा कुशला जी, जीवन में आए संकट के बावजूद भी आपने काफी हिम्मत से काम लिया, खुद को संभाला, परिवार का सहारा बनी और अच्छा काम भी कर रही, स्वाभिमान से जी रही है. आप ऐसे ही हिम्मत बनाए रखिए और ये सरकार की कई योजनाएं हैं जो आपको आपके बच्चों के जीवन में बहुत काम आ सकते हैं. ये जो मोदी की गारंटी वाली गाड़ी आई है ना, वहां से आपको सारी जानकारियां मिलेगी और सरकार हमेशा आपके साथ है. സ്വാനിധി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് 1000 തെരുവ് കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിച്ച അനുഭവങ്ങളാണ് അസം സ്വദേശിനി കല്യാണി രാജ്ബോക്ഷി പറഞ്ഞത്. സ്വയം സഹായ സംഘം നടത്തുകയും ഏരിയ തല ഫെഡറേഷനും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും രൂപീകരിക്കുകയും ചെയ്ത ഗുവാഹത്തിയിൽ നിന്നുള്ള ഒരു വീട്ടമ്മയാണ് കല്യാണി രാജ്ബോക്ഷി. ഒരു സ്ത്രീ സ്വയം പര്യാപ്തയാകുമ്പോൾ സമൂഹത്തിന് വലിയ നേട്ടമുണ്ടാകുമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് കല്യാണി രാജ്ബോക്ഷി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आप उदाहरण है कि जब हमारे देश की महिला आत्मनिर्भर हो तो समाज को कितना फायदा होता है. മുദ്ര യോജനയിലൂടെ ആരംഭിച്ച കാറ്ററിംഗ് ബിസിനസിനെ കുറിച്ചാണ് മുംബൈയിൽ നിന്നുള്ള മേഘ്ന സംസാരിച്ചത്. ഭാവിയിലും വായ്പകൾക്ക് അപേക്ഷിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച മേഘ്ന തന്റെ കാറ്ററിംഗ് ബിസിനസ്സിൽ 25 സ്ത്രീകൾ ജോലി ചെയ്യുന്നതും പ്രധാനമന്ത്രി അറിയിച്ചു. അതോടൊപ്പം പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ തയ്യൽ പരിശീലനം നേടിയതിനെക്കുറിച്ചും US-ലേക്കും കാനഡയിലേക്കും കൈകൊണ്ട് നിർമ്മിച്ച ചെറുകിടക്കകൾ കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ചും മേഘ്ന വിശദീകരിച്ചു. മേഘ്നയുടെ വിജയങ്ങൾ അവൾക്ക് മാത്രമല്ല മറ്റ് സ്ത്രീകൾക്കും ഒരു അനുഗ്രഹമാണെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി അത്തരം നിശ്ചയദാർഢ്യമുള്ള ആളുകളെ സേവിക്കുവാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. हमारे देश की आत्मनिर्भर महिला सिर्फ अपने लिए ही नहीं बल्कि दूसरों के लिए भी वरदान साबित हो सकती है. आपने ना सिर्फ अपना काम आगे बढ़ाया बल्कि दूसरे लोगों की भी चिंता की है. हमारी सरकार आप जैसे दृढ़ निश्चयी ऐसे लोगों की मदद करने के लिए लगातार कोशिश कर रही है. പരിപാടിയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നിവിടങ്ങളിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ സംവാദ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ സഹായം കഴിഞ്ഞ 10 വർഷമായി യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. So to make India develop by 2047, every one of our commitment and sankalpa to achieve that destination is required. Now this van which is going about with all the details of what activities have happened from 2014 till today, in order that all people of this country, without any differentiation, all people of this country get all basic amenities. There is no this one gets, that one doesn't get. Everyone who deserves to get something, a particular scheme, will get it. In another scheme, some other set. So like that, for each scheme, whoever has got to get the benefit will get it. And between 2014 and today, in most programs, in most areas, near saturation has been achieved.
അഴിമതിയുടെ ഒരു ആരോപണം പോലും ഇല്ലാതെ സുതാര്യമായാണ് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. രാജ്യത്തെ എല്ലാ പൗരന്മാരിലേക്കും വേർതിരിവില്ലാതെ വികസന പദ്ധതികൾ എത്തിക്കുക എന്നതാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ലക്ഷ്യം. രാജ്യം മുന്നോട്ട് വെച്ച വികസിത സങ്കല്പത്തിന്റെ ആശയം നാം ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്നും 2047 യാത്രയിൽ നാം ഓരോരുത്തരും സംഭാവന ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.